is a 5-star hotel. ഇത് കേരളത്തിലെ തന്നെ one of the best 5-star hotel ആണ് with a swimming pool, a gym, a spa and so many more features. നമ്മൾ ഇന്ന് ഈ ഒരു ഹോട്ടലിലെ ഒരു ദിവസത്തെ സ്റ്റേയും ഒരു 3-star ഹോട്ടലിലെ സ്റ്റേയും കമ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ബട്ട് ഇവിടൊക്കെ പോകുന്നതിന് മുന്നേ we are gonna start with a 1-star hotel. എനിക്ക് അതാക്കോല് ഐശ്വര്യമായിട്ട് തുറന്നു. ഇനി 1-star ഹോട്ടലിൽ പോയിനാ? ഇല്ല, പോയിട്ടില്ല. അതില്ല പോയിട്ടില്ലേ? പറയണ്ടേ? വെൽക്കം ടു 1-star ഹോട്ടൽ. എന്താണ് ഇത്? ഇപ്പൊ പൊളിയോട് തോന്നുവാ ചുമരൊക്കെ അധികമായിട്ട് അടിയിൽ നിൽക്കണ്ട. ഇപ്പൊ നമുക്ക് ഈ ഒരു 1-star ഹോട്ടലിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം നോക്കുക ഗൈസ്. നല്ല വൃത്തിയും വെടിപ്പുമുള്ള ടൈൽസ് ആണ് ഇവിടെ. ബെഡിൽ ഞാൻ ഇരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രോമ എനിക്ക് ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല. ഗൈസ് നല്ല മനോഹരമായ ഒരു ടേബിൾ ഉണ്ട്. പക്ഷെ തൊടണ്ട, നമുക്ക് അടുത്ത ഹോട്ടലിലെല്ലാം പോകാനുള്ളയാ. നല്ല വീട് വേഗം എണീക്കാം, സെപ്റ്റിക് ആവും. ഇങ്ങോട്ട് ഇവിടെ വേറെ പ്രത്യേക ഒരു സാധനം ഉണ്ട്, ഒരു നീല ബക്കറ്റ്. ആ നീല അധികം സൂം ചെയ്യണ്ട, എല്ലാരും പേടിച്ചു. ഇനിയാണ് മെയിൻ ഗൈസ്. ലെറ്റ്സ് ഗോ ആൻഡ് എൻ്റർ ആ 1-star ബാത്റൂം. റെഡി അല്ലേ? റെഡി. 3, 2, 1. നോക്കോ, ഞാൻ നോക്കുന്നില്ല, എനിക്ക് വേണ്ട. എന്ത് സാധനം ഇത്! എങ്ങനെയാണ് മനുഷ്യയില് ഗ്ലാസ് എല്ലാം ഗ്ലാസ് കൊടുത്തടാ. എന്നെ കാണുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആർപിക് ടീം വൃത്തിയാക്കാൻ ഒരു ബാത്റൂം മാറ്റം പരുത്തുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കൈക്ക് വൃത്തിയാക്കില്ലേ, ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ പിന്നെ കിട്ടാനില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാതെ നടക്കൂല. ഓക്കെ, എല്ലാം മോശമൊന്നല്ല ഈ ഒരു 1-star ഹോട്ടലില്ലേ. ഇതുവരെ നമ്മൾ കാണാത്തൊരു സാധനം ഒരു 1-star ഹോട്ടലുണ്ട്, which is ബാൽക്കണി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ചെറിയ പൈസക്ക്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സിറ്റി മൊത്തത്തിൽ കാണാം. ഇനി ഒരു 10 സെക്കൻഡ് കൂടി അതും കൂടെ കഴിഞ്ഞാൽ കസാല ഒട്ടും എനിക്ക് തോന്നേ. ഇത് ദ്രവിച്ച് ഒന്നും ഇല്ലാണ്ടായി. അത് മാത്രല്ല ഗൈസ്, ഇതെല്ലാം കണ്ടോ, എല്ലാം ദ്രവിച്ചു പോയി. നടന്ന ഉള്ളിൽ നടന്ന. ഇതാണ് ഏറ്റവും മോശമായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ വിവേക് എക്സ്പ്രസിലെ 24 hours. പിന്നെയും വിവേക് എക്സ്പ്രസ് ആണ് തോന്നിയത്. അത് നീ 24 മണിക്കൂർ ഇവിടെ നിൽക്കാത്തോണ്ടാ. ഞാനും ജെർസലിൽ 24 മണിക്കൂർ അതിന്റെ ട്രോമ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുന്ന അടുത്ത 3-star ഹോട്ടലിലേക്ക് നീ 24 മണിക്കൂറായിട്ട് വന്ന 3-star ഹോട്ടൽ. ഇതാണ് നമ്മളെ 3-star ഹോട്ടൽ. വിക്കിനെ നമ്മൾ 1-star ഹോട്ടലിൽ പൂട്ടിയിട്ടുണ്ട്. 3-star ഹോട്ടലിൽ ജേഴ്സന്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. ഞാനിവരാണെങ്കിൽ 1-star ഹോട്ടലിൽ 24 hours സർവൈവ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ ലക്ഷറി അനുഭവിക്കാൻ വേണ്ടി വന്നേ. കുറേ കഷ്ടപ്പെടുന്നു. അതിന്റെ ഗൈസ്, ലെറ്റ്സ് ഗോ. 3-star ഹോട്ടലിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഹ്യൂജ് ഡിഫറൻസ് ആണുള്ളത്. ഇതിന് മുന്നേ ചാവിയായിരുന്നേ, ഇപ്പൊ നമുക്ക് ഈ ഒരു കീ കാർഡാണ്. ഇത് വെച്ചിട്ട് ഇവിടെ വെക്കുക. ഓപ്പണായി. ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറിയതും we were really impressed. ആദ്യം തന്നെ എന്റെ കണ്ണപ്പെട്ട ഇതാണ് കേട്ടാ. ചായ ഉണ്ടാക്കി കുടിക്കാം ഒറ്റക്ക്. പൈസ കൊടുത്ത് വാങ്ങുന്നു പണ്ട്. എടുത്തിട്ട് കാപ്പിപ്പൊടി സാധനമുണ്ട്, ഒരു 2 വലിയ കുപ്പി വെള്ളമുണ്ട്. പിന്നെ ഗൈസ് വേറൊരു സാധനം, ഒരു TV. ഇതെല്ലാം ഭയങ്കര വലിയ അപ്ഗ്രേഡാ. ഇവിടെ നമുക്കൊരു ഫാൻ ഉണ്ട്, അത് കൂടാണ്ട് ഒരു AC ഉണ്ട് ഗൈസ്. ഇനിയാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ഗൈസ്. നമ്മളെ 1-star ഹോട്ടലിൽ ഉണ്ടായ ബാത്റൂമിന്റെ അവസ്ഥകൾ തന്നെയാണല്ലോ ഇവിടത്തെ ബാത്റൂം. ആയിക്കോ, എന്താണ് ഇത്? എന്ത് സാധനം ഇത്! സെറ്റ് പള്ളിത്ത് കിട്ടില്ല, സുഖത്തിൽ കുളിക്കാം. നമ്മളെ 1-star ഹോട്ടലിലെ ബാത്റൂമില് അവിടെ ഒന്ന് കാല് വെക്കാൻ തന്നെ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പില്ലേ, വേണമെങ്കിൽ കട്ടിലിട്ട് കിടക്കാം. അത്രയ്ക്ക് അടിപൊളി ഗൈസ്, പറയാൻ വാക്കുകളില്ല. പക്ഷെ പറയാൻ വാക്കുകളില്ലാത്ത വേറൊരു സംഭവം കൂടെ ഉണ്ട് ഗൈസ്. ഈ ഒരു ബെഡ് നമുക്ക് ഒന്നും ചിന്തിക്കാണ്ട് ധൈര്യത്തിൽ ഇങ്ങനെ കിടക്കാം. മറ്റേതിലാണെങ്കിലില്ലേ തൊടാൻ തന്നെ അറപ്പായിരുന്നു. പക്ഷെ മാൻ 3-4 തലയാണ്, നല്ല വൃത്തിയുള്ള ഷീറ്റും സോഫ്റ്റ് പഞ്ഞിക്കെട്ട പോലത്തെ കിടക്കയോ. ഇത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അത് തന്നെ വലിയൊരു അപ്ഗ്രേഡാണ്. മിക്കവാറും ഞാൻ ഇനി ഇതിന്റെ മേലെ എണീക്കലുണ്ടാവില്ല. അത്രക്ക് സുഖമുണ്ട് ഈ ബെഡിൽ കിടക്കാൻ. ഈവൻ ദോ ഇവിടെ കിടന്നുറങ്ങാൻ നല്ല അടിപൊളിയായിരുന്നെങ്കിലും ഈ 3-star ഹോട്ടലിൽ ഒരു കിടിലം പോലത്തെ റെസ്റ്റോറന്റ് ഉണ്ട്. സോ വി വെന്റ് ദേർ ടു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് വാസ് അമേസിംഗ്. ആ ഒരു കിടിലം റെസ്റ്റോറന്റിൽ നിന്ന് നമ്മളൊരു കിടിലം കോഫിയും കുടിച്ച് തിരിച്ച് റൂമിലേക്ക് വന്ന് ഒരു 3-star ഹോട്ടൽ ആയിരുന്നെങ്കിലും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊന്നും ഉണ്ടായിട്ടില്ല rather than a TV. ടിവിയിലാണെങ്കിൽ we didn't have any channels. സോ കുറച്ചു നേരം വാൾപേപ്പർ കണ്ടിരുന്ന് ഓരോ മൊയ്ന്ത് കളിയും കളിച്ച് നമ്മള് സ്വന്തമായിട്ട് എന്റർടൈൻ ആയി. അങ്ങനെയുണ്ട് 3-star ഹോട്ടല്. 1-star വന്നപ്പോ ഒരു കൊട്ടാരം പോലെ ഉണ്ട്. ഇത് എനിക്ക് കൊട്ടാരം പോലെ തോന്നിയില്ലെങ്കിൽ നമ്മള് അടുത്ത 5-star ഹോട്ടല് കൊട്ടാരത്തിന്റെ അപ്പാപ്പനെ പോലെ എനിക്ക് തോന്നാൻ വേണ്ടി പോയാ. റെഡിയാ? ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് നമ്മളെ 5-star ഹോട്ടൽ.
ഇവിടെ ഒരു നൈറ്റ് സ്റ്റേക്ക് 13K റുപ്പീസ് ആണ്. അത്രയും പൈസക്ക് ഇവിടെ എന്താ ഉള്ളത് നോക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ക്ലാസി ലോഞ്ചിലേക്ക് അവർ നമ്മളെ വെൽക്കം ചെയ്യും. ചായയും സ്നാക്സും മുഖം തുടക്കാൻ ഒരു ഹോട്ട് ടവൽ വരെ നമുക്ക് കിട്ടി. ആ ഒരു ലോഞ്ച് ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകമായിട്ട് ഒരു സ്റ്റാഫിനെ അവരെ അസൈൻ ചെയ്തിരും. ആ ഒരു സ്റ്റാഫ് നമ്മളെ ഹോട്ടൽ മൊത്തം ചുറ്റിക്കാണിക്കുകയും അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്ത്. ഈ ഒരു ഹോട്ടൽ ഒരു കിടിലം റെസ്റ്റോറൻറ്റും ഒരു ജിമ്മും സ്പായും ഗെയിമിംഗ് ഏരിയയും തിളങ്ങുന്ന ഒരു ഇൻഫിനിറ്റി പൂളും ഉണ്ട്. ഇതിനെല്ലാം കാട്ടി ഇമ്പോർട്ടന്റ് നമ്മൾ ഇന്ന് 13K സ്പെൻഡ് ചെയ്ത് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമാണ്. സോ ബാക്കി എന്തെങ്കിലും ചെക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ ലെറ്റ്സ് ചെക്ക് ദാറ്റ് ഫസ്റ്റ്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ ഇന്നേ വരെ കയറിയില്ലേ ദ ബെസ്റ്റ് ലുക്കിംഗ് റൂം വിത്തൗട്ട് എ ഡൗട്ട്. 3-star ഹോട്ടൽ ലക്ഷറി ആയിരുന്നെങ്കിൽ ഇത് അതിന്റെ അപ്പുറത്തെ റിച്ച് ഫീൽ ആണ് കൈസ് തരുന്നത്. ആ ബ്ലൂവും വൈറ്റും കളർ തീമും ഇന്റീരിയറും റൂമിന്റെ കംപ്ലീറ്റ് സെറ്റപ്പും ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. പക്ഷെ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു റൂമിന്റെ ഫുൾ ടൂർ ഞാൻ നിങ്ങൾക്ക് തരാം. സോ ഹിയർ വി ഹാവ് എ ഹ്യൂജ് കബേർഡ്. ഇത് നമുക്ക് ഇസ്തിരി ഇടുന്ന സാധനമുണ്ട്, ഇസ്തിരി പെട്ടിയുണ്ട്. മാത്രമല്ല ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സേഫ് വരെ ഉണ്ട്. ഇത് വെറും ഡമ്മി ഒന്നുമല്ല ഗൈസ്, ഇറ്റ് റിയലി വർക്ക്സ്. നോക്കോ 1 2 3 4 ലോക്ക്. ഇറ്റ്സ് ലോക്ക്ഡ്. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി ലെറ്റ്സ് ഗോ ഫോർ ദ ബാത്റൂം. എടാ നീ എന്താക്കുന്ന ഇങ്ങോട്ട് മാറിക്കണ ഞാൻ പിള്ളേർക്ക് റിവ്യൂ കൊടുക്കട്ടെ. ഫൈൻ ഫോട്ടോ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഷവർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതും വിത്ത് 3 ഷാമ്പു, 2 ടൈപ്പ് ഷവർ. ഈ ഒരു സെറ്റപ്പ് ഞാൻ ആകെ ഇംഗ്ലീഷ് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കൂടാണ്ട് നമുക്കിതാ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, സോപ്പ്, ഇവിടെ 2 മഗ് ഉണ്ട് ഗൈസ്. ഞാൻ കുറെ നേരം ഇത് ആലോചിച്ചേട്ടാ, ഇത് എന്തിനാ ഉപയോഗിക്കണ്ടെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ഉപകാരമായിരുന്നു. ഒരു ബ്ലോ ഡ്രയർ ഉണ്ട്. എന്താ വേണ്ടേ? എല്ലാം ഉണ്ട്. ദ ബെസ്റ്റ് ബാത്റൂം എവർ. അതിനാണ് വിളിച്ചിട്ടുണ്ടാവാ, നീ കുളിച്ചൂട്. ഓനാണോ വിളിക്കട്ടെ, ഞാൻ അടുത്ത കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ബാത്റൂമും കബോർഡും എല്ലാം കഴിഞ്ഞ് now let's move on to the main thing, the bed. എന്ത് സോഫ്റ്റ് ആ നോക്ക് ഗൈസ്, പന്നി കട്ടോണ്ട് എന്റെ മോനെ. കൂടുതലൊന്നും പറയാനില്ല, തുള്ളി കളിക്കാൻ വേണ്ടി മാത്രമല്ല, തല വെച്ചൊന്ന് കിടന്നാല് 10 സെക്കൻഡ് അതിൽ കൂടുതലൊന്നും നിങ്ങൾ എടുക്കൂല ഉറങ്ങാൻ വേണ്ടിട്ട്. ഈ ഒരു ബെഡിന്റെ മേലെ കാണാൻ വേണ്ടി നമുക്കൊരു വലിയ TV ഉണ്ട്. പക്ഷെ അതൊന്നുമില്ല കൂളസ്റ്റ് തിങ്. കം ഗൈസ്, നമുക്കിവിടെ ഒരു ഡിജിറ്റൽ ഹീറ്റർ ഉണ്ട്. How cool is that? It's really cool guys. I like it. ബെഡിന്റെ തൊട്ടിപ്പുറം തന്നെ ഒരു സോഫയുണ്ട്. മിക്കവാറും ഞാനിവിടെ ഇരിക്കുന്നതായിരിക്കില്ല. ഐ വിൽ ബി ഓൺ ദ ബെഡ്. സോ ഇനി അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇനി നമ്മൾ വിക്കിക്കേറ്റ് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്, ദ മിനി ബാർ. ബാറോ? നമുക്ക് ഇവിടെ കോഫിയോ ചായയോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കാം. വെള്ളമുണ്ട്, ചോക്ലേറ്റ്, സ്നാക്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നീ കണ്ടിരുന്ന എനിക്കറിയാം. നീ കാണാത്ത വേറൊരു സാധനം ഉണ്ട്, ഒരു മിനി ഫ്രിഡ്ജും അതിന്റെ ഉള്ളിൽ നിറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും. എനിക്ക് ഫേവറേറ്റ് ആയ റെഡ് ബുൾ വരെ ഉണ്ട്. ഇത് ഞാൻ എടാ അതിനെല്ലാം പൈസ കൊടുക്കണടാ പുണ്ണാക്ക്. എടാ അത് പൈസ കൊടുക്കുന്നല്ലേ? 100 രൂപ കൊടുക്ക. കുന്തം. എനിക്ക് ഇപ്പൊ തന്നെ ആ ഹീറ്ററിലിട്ട് പുതപ്പെല്ലാം മൂടി കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട് ഈ ഒരു കിടിലം ബെഡില്. പക്ഷെ ഗൈസ് 13,000 രൂപ കൊടുത്താണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു 5-star ഹോട്ടൽ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത് ചെയ്യാണ്ട് എങ്ങനെയാണ് ഗൈസ് ഉറങ്ങാൻ പറ്റുക? ലെറ്റ്സ് ഗോ. റൂമിൽ ഇറങ്ങി കിടിലം ഗാർഡൻ ഏരിയയിലൂടെ നമ്മൾ നടന്ന് ആദ്യം കയറി ചെന്നത് ഗെയിമിംഗ് ഏരിയയിലേക്കാണ്. അവിടെ ക്യാരം ബോർഡും ഫൂസ് ബോർഡും ടേബിൾ ടെന്നീസും ഉണ്ടായി. നമ്മൾ ടേബിൾ ടെന്നീസ് എല്ലാം കളിച്ച ഗെയിം സെന്ററിന് താഴെ ദേ ഹാവ് a gym also. Yes guys, ഇവിടെ എല്ലാ സാധനവും ലിറ്ററലി ഈ ഒരു സാധനം എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാനിപ്പം ബൈസപ്പ് എല്ലാം സെറ്റായി. മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരള എന്തെങ്കിലും ആയേനെ. തള്ളാന്ന് വിചാരിക്കണ്ട, തള്ളൊന്നല്ല ഗൈസ്, കാണിച്ചതാ. ഇതെന്തുണ്ട്? ഞാൻ 4 സെറ്റ് അടിച്ചു ഗൈസ്.
ജസ്റ്റ് എല്ലാം പമ്പായി തൽക്കാലം അത്രയും മതി. ഇല്ലെങ്കിൽ ഇവരൊരു ആംബുലൻസ് കൂടെ ഏർപ്പാടാക്കേണ്ടി വരും എന്നെ കൊണ്ടുപോയാൽ. കളിയും വർക്കൗട്ട് എല്ലാം ആയിട്ട് നമ്മൾ ഭയങ്കര ടയർഡായി. നല്ല അടിപൊളി റെസ്റ്റോറന്റും ഫുഡും ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. കാരണം എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം സാധിക്കാനുണ്ട്. പണ്ട് മുതൽ റിച്ചിന്റെ കാർട്ടൂണും സിനിമയെല്ലാം കാണുമ്പോൾ മുതൽ എനിക്കുള്ളൊരു ആഗ്രഹമാണ് ചങ്ങായി കൈനോടിക്കുമ്പോൾ ഫുഡ് കൊണ്ടിരുന്ന പോലെ എനിക്കൊന്ന് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യണം. 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് അങ്ങനത്തെ ഒരു സൗകര്യം കിട്ടിയിരിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് റൂം സർവീസിൽ വിളിച്ചിട്ടായിരിക്കും. വിക്കി വിളിക്കണം റൂം സർവീസിൽ. ഓക്കെ, ഫുഡ് എന്താ ബാക്കിയുള്ളത്? ഈ ഒരു സംഭവം നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് വിക്കി കുറച്ച് അധികം കഷ്ടപ്പെട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി എങ്ങനെയോ ചങ്ങായി സംഭവം സെറ്റാക്കി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഫുഡ് വന്ന്. എന്റെ മോനെ എനിക്കൊന്നും സാധനം സീനാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല കിടിലം ഫുഡായിരുന്നു. ആ ഫുഡും കഴിച്ച് നല്ല സുഖമായിട്ട് നമ്മളെ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് നോക്കുമ്പോ ഇതുവരെ റൂമിലെല്ലാം ഉണ്ടായ കൂൾ സ്റ്റഫിനെ കാട്ടിയും കിടിലം ഒരു സംഭവമാണ് പുറത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. പക്ഷെ ഇതെല്ലാം കൊണ്ട് നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിലെ സംഭവങ്ങൾ തീരുന്നില്ല. ഇനിയുമുണ്ട് ഒരു ഐറ്റം കൂടി, നമ്മളെ ഫേവറേറ്റ് പ്ലേസ്. ദിസ് ഇസ് അവർ ഫേവറേറ്റ് പ്ലേസ്, ദ പൂൾ. നമ്മള് ബാലിയിലോടി പോയിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലുള്ള ബാലി ഇതിങ്ങനെയാണ്. കാണിച്ചു കൊടുക്കണ രാവിലത്തെ തണുപ്പും ഈ ഒരു വ്യൂവും അതിന്റെ കൂടെ ഈ ഒരു ക്ലിയർ വെള്ളം കൂടി ആയപ്പോ സംഭവം വേറെ തന്നെ കളറായി. ആൻഡ് വി ജസ്റ്റ് ജംപ്ഡ് ഇൻ. വെള്ളത്തിന്റെ അടിയിലെ ഗ്ലാസ് എന്ത് ക്ലിയർ ആണെന്നറിയാം. ക്ലിയർ ഒരു ദിവസത്തേക്ക് 14,000 വേറെ പൈസ കൊടുക്കാൻ. ആർക്കും ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നെങ്കിലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന ടൈം ഏകദേശം ആയി വരുന്നുണ്ടായിരുന്നേ. സോ ബാക്കിയുള്ള കുറച്ച് ടൈം വി ജസ്റ്റ് ബിക്കേം കിഡ്സ്. നമ്മളങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിലെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ പറ ഏതോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെവൽ ഓഫ് ഹോട്ടൽ. നമുക്ക് എല്ലാവർക്കും ഇതാ ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് കണ്ടിട്ട് ഏതാ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി എല്ലാവരും പിന്നെ കമന്റ്സ്. ആൻഡ് ഓൾസോ ഗൈസ് താഴെ കൊടുക്കുന്ന വീഡിയോ കൂടെ കണ്ടേക്കോ. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. Is there any other non-veg items, curries, gravies? What?